നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ വീട്ടിൽ നടത്തിയ പരിശോധന. ഈ പരിശോധനയിൽ എന്തെങ്കിലും കിട്ടിയോ എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ ഉയരുന്നുണ്ട്. പരിശോധനയിൽ നിക്ഷേപങ്ങളുടെ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളുടെ അടക്കം രേഖകൾ കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിലാണ് ഇഡിയുടെ വിശദീകരണം. ഈ രേഖകൾ വിശകലനം ചെയ്യുകയാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിൽ 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തുവെന്നും ഇഡി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വ്യാജ ചെലവുകളിൽ ഒന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നൽകിയ തുകയാണ്. ഇഡി മുൻപ് നടത്തിയ അന്വേഷണത്തിൽ CMRL മാനേജ്മെന്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ ചോദ്യം ചെയ്യലൊക്കെ നടന്നത്, പരിശോധന നടന്നത്. ഇനി ഇഡി പരിശോധനയിൽ വീണയുടെ ഫോൺ പരിശോധന ഏറെ നിർണായകമായി മാറും. കഴിഞ്ഞ ദിവസം റെയ്ഡിൽ വീണയുടെ സ്വകാര്യ ഫോൺ പിടിച്ചെടുത്തിരുന്നു. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിണറായിയുടെ വീട്ടിലെ പരിശോധനയിൽ രേഖകളും കണ്ടെത്തിയെന്ന് ഇഡി വ്യക്തമാക്കുന്നുണ്ട്. റെയ്ഡിനിടയിലെ സംഘർഷം പെട്ടെന്നുണ്ടായതല്ല എന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. പിന്നിൽ ആസൂത്രണമുണ്ട് എന്നാണ് ഇഡി ആരോപിക്കുന്നത്. വിശദാംശങ്ങൾ ഡയറക്ടറേറ്റിന് കൈമാറി. മാസപ്പടി കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇഡി. CMRL ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. വീണ ടിക്കെതിരെ നടപടികൾ കടുപ്പിക്കുന്നതിൽ തീരുമാനം. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഇഡി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ നടന്നു എന്നതിനപ്പുറം ഇനി ഇഡിയുടെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഫോൺ പരിശോധിക്കും, രേഖകൾ കിട്ടിയിട്ടുണ്ട് അത് പരിശോധിക്കും, ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. 18,36,242 ബാങ്ക് അക്കൗണ്ടുകളാണ് നിലവിൽ മരവിപ്പിച്ചിരിക്കുന്നത്. ഇവയിൽ 3 എണ്ണം വീണയുടേതാണ്. ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടി കൂടി ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ CPM പ്രവർത്തകർക്കെതിരെ മറ്റൊരു കേസ് കൂടി എടുക്കും. പോലീസിനെ ആക്രമിച്ചതിനാണ് മറ്റൊരു കേസ്. പരിക്കേറ്റ പോലീസുകാർ മൊഴി നൽകി. അറസ്റ്റിലായ 5 CPM പ്രവർത്തകരെയും റിമാൻഡ് ചെയ്യും. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയും പ്രത്യേകിച്ച് ഇന്ന് മറ്റൊരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലസ്ഥാനത്തുണ്ടായത് പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയും റിപ്പോർട്ട് നൽകും. അതേസമയം റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് CPM. കഴിഞ്ഞ ദിവസം മുതൽ ചോദ്യങ്ങൾ ഉയർന്നതാണ്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ നിന്നുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്ന ചോദ്യമൊക്കെ ശക്തമായിരുന്നു. അതിനൊരു മറുപടി എന്നോണമാണ് 18.36 കോടി രൂപ അടങ്ങുന്ന അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. നിക്ഷേപങ്ങൾ, ബാങ്ക് നിക്ഷേപങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ റെയ്ഡിൽ കണ്ടെത്തിയതിലുൾപ്പെടും. ആരുടെ ഏതൊക്കെ വിധത്തിലുള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ലെങ്കിലും വീണയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയാക്കി സമാധാനപരമായിട്ട് മടങ്ങുകയാണെന്ന ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഈ ആക്രമണത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യം പോലും പല വശത്തു നിന്നും ഉയരുന്നുണ്ട്. തമ്പാനൂർ പോലീസ് വധശ്രമത്തിന് കൂടി കേസെടുത്തിരിക്കുകയാണ്. ഇഡി ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വധശ്രമം അടക്കം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. മാരകായുധങ്ങളുമായി ആക്രമിച്ചത് ഉദ്യോഗസ്ഥർ മൊഴി നൽകി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. പിന്നാലെ പോലീസ് അവിടെ എത്തി. അവിടെ നിന്ന് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന ഒരു പ്രതിരോധം ഉയർന്നു. കഴിഞ്ഞ ദിവസത്തെ നാടകീയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ക്രമസമാധാന പരിപാലനത്തിന് പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം 12 ഇടത്താണ് ഇഡി പരിശോധന നടത്തിയത്. എന്നാലും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങളിലെ ചില ദൃശ്യങ്ങളിലേക്ക് പോകാം. നല്ല പണി
മൂന്ന് വണ്ടി ഹലോ